എറണാകുളം ജില്ലയിലെ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികളിൽ ദ്രുത നടപടികൾ സ്വീകരിച്ച് സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും. സദസ്സിൽ ലഭിച്ച പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാൻ നടപടികൾ പുരോഗമിച്ചു വരികയാണെന്നും അടുത്ത മാസം 10-ാം തീയതിക്കുള്ളിൽ മുഴുവൻ പരാതികളും തീർപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ആകെ ലഭിച്ച 52,657 പരാതികളിൽ 37,158 പരാതികളിൽ നടപടി സ്വീകരിച്ചു. 14 നിയമസഭാ നിയോജക മണ്ഡലങ്ങൾ അടങ്ങുന്ന എറണാകുളം ജില്ലയിൽ ആകെ 52,657 പരാതികളാണ് ലഭിച്ചത്. ഇതിൽ 25,781 പരാതികൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പരിഹരിച്ചു. അതായത് ലഭിച്ച പരാതികളിൽ പകുതിയോളം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിനും ജില്ലാ ഭരണകൂടത്തിനും സാധിച്ചു. 8,180 പരാതികളിൽ നടപടിക്ക് ശുപാർശ ചെയ്തു. 3,194 പരാതികൾ തീർപ്പാക്കാനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. അതായത് 48.96% പരാതികൾ ഇതിനോടകം തീർപ്പാക്കി. പരാതികൾ വേഗത്തിൽ തീർപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ജില്ലാ ഭരണകൂടമെന്ന് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ജില്ലാ കളക്ടറിൻ്റെ നിലയിൽ 2 ലെവലിലും അതേപോലെ ഓരോ ജില്ലയിലും ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിൽ ഒരു ഉദ്യോഗസ്ഥരെ ഇതിൽ വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും കളക്ടേഴ്സോടും ഇത് അവലോകനം ചെയ്തു വരുന്നു. നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഗ്രസ് ഉണ്ട്. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് മാർച്ച് 10th പരമാവധി എല്ലാം കുറച്ച് കോംപ്ലക്സ് ഇഷ്യൂസ് ഉള്ളത് ഒഴികെ പരമാവധി എല്ലാം നമ്മൾ ക്ലോസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചതും പരിഹരിച്ചതും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതിനിധാനം ചെയ്യുന്ന പറവൂർ നിയോജക മണ്ഡലത്തിലാണ്. പറവൂർ മണ്ഡലത്തിൽ 5,514 പരാതികൾ ലഭിച്ചതിൽ 2,938 പരാതികൾ തീർപ്പാക്കി. 5,001 പരാതികൾ ലഭിച്ച പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ 2,325 പരാതികളാണ് തീർപ്പാക്കിയത്. നവകേരള സദസ്സ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിട്ടും പ്രതിപക്ഷ നിയമസഭാംഗങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന നിയോജക മണ്ഡലങ്ങളെ അവഗണിച്ചിട്ടില്ലെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കളമശ്ശേരിയിൽ ടൈലറിംഗ് കട നടത്തുന്ന ഭിന്നശേഷിക്കാരനായ യൂസഫിന് ഏറെക്കാലമായുള്ള ആഗ്രഹമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുക എന്നത്. എന്നാൽ സ്കൂളിൽ പഠിക്കാത്തതിനാൽ വയസ്സ് തെളിയിക്കുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് മൂലം ലൈസൻസിന് അപേക്ഷിക്കുവാൻ യൂസഫിന് സാധിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് യൂസഫ് ലൈസൻസ് എന്ന ആഗ്രഹം പൂർത്തീകരിക്കുവാൻ വേണ്ടി നവകേരള സദസ്സിലെത്തിയത്. യൂസഫിൻ്റെ വാക്കുകളിലേക്ക്: ഞാൻ അതിനുവേണ്ടി ഒരുപാട് നടന്നു. അപ്പോൾ പല കാരണങ്ങൾ പറഞ്ഞ് അങ്ങനെ തള്ളി അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കിങ്ങനെ തോന്നിയത്, ഇങ്ങനെ നവകേരള ഇതിൽ കൊടുത്താൽ കിട്ടുമെന്നുള്ളൊരു എനിക്കെൻ്റെ മനസ്സിനൊരു ഉറപ്പ് വന്നത്. അപ്പോൾ അതനുസരിച്ച് നീങ്ങിയപ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏകദേശം ഓക്കെ ആയി, 90% ഓക്കെ ആയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ നവകേരള സദസ്സിൽ തീർപ്പാക്കിയ പരാതികളുടെ എണ്ണവും തീർപ്പാക്കിയ വേഗതയും സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ജനങ്ങളോടുള്ള പ്രതിബദ്ധത തെളിയിക്കുന്നു. സദസ്സ് ധൂർത്ത് എന്ന് കുപ്രചരണം നടത്തിയ പ്രതിപക്ഷത്തിന് ഈ കണക്കുകൾ സമർപ്പിക്കുകയാണ്. ക്യാമറമാൻ രാജു വർഗീസിനോടൊപ്പം ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കൊച്ചി.